ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ രാജ്യവിരുദ്ധ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റുകൾ അടക്കം ഹാക്ക് ചെയ്യാൻ ശ്രമം നടത്തി. രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു യുവാവും ഉൾപ്പെടുന്നു. ഗുജറാത്തിലെ നാദിയാദ് സ്വദേശികളായ ജാസിം ഷാനവാസും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായിരിക്കുന്നത്. വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുന്നതിന് പുറമെ തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രതികൾ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യുന്ന വേളയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നത്. പിടിയിലായ രണ്ടു പ്രതികളും ആശയവിനിമയം നടത്തിയിരിക്കുന്നത് ടെലിഗ്രാം വഴിയാണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിലൂടെ ഇവർ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ കൈമാറി. ദേശവിരുദ്ധമായിട്ടാണ് ഇവർ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്നതും. ഇവരെല്ലാം തന്നെ പാകിസ്ഥാന്റെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നവരാണോ എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ അറസ്റ്റിലായ ഒരു പ്രതിയുടെ വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. ഇയാൾ ടെലിഗ്രാമിലൂടെയാണ് ഹാക്കിംഗ് പഠിച്ചത്. ഇത്തരത്തിൽ പഠിച്ചതുവഴി വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ കൂട്ടുപ്രതിക്കൊപ്പം തന്നെ തുനിഞ്ഞിറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റുകൾ തകർക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഡിസ്പ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതായാണ് കണ്ടെത്തൽ. ഇതിന്റെ തെളിവുകൾ പ്രതികൾ ടെലിഗ്രാമിലൂടെ പങ്കുവച്ചതായും ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലക്ഷ്യമിടുന്ന ഹാക്കർമാരെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. പിടികൂടിയവരുടെ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എക്സ് എലൈറ്റ് എക്സ് പൈലറ്റ് എന്നീ പേരുകളിൽ 2 ടെലഗ്രാം ചാനലുകൾ പ്രതികൾക്കുണ്ടായിരുന്നു. ഇതിലൂടെ തന്നെ ഹാക്ക് ചെയ്യുന്നതിന്റെ ഓരോ നീക്കങ്ങളെക്കുറിച്ചും പങ്കുവച്ചിരുന്നു. ഇതിന്റെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. +2 വരെ മാത്രം വിദ്യാഭ്യാസമുള്ള പ്രതി 6-8 മാസത്തിനുള്ളിലാണ് ഹാക്കിങ്ങിനെ കുറിച്ച് പഠിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതുപോലെ തന്നെ പൈത്തൺ, അതുപോലെ പൈറ്റോയിഡ്, ഡെൻമാർക്സ് തുടങ്ങിയ ടൂളുകളും അതുപോലെ തന്നെ ഭാഷകളും ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്നാണ് ഹാക്കിംഗ് ടെക്നിക്കുകൾ പഠിച്ചെടുത്തത്. ഇരുവരും ഇന്ത്യക്കെതിരെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. അതേസമയം ഇതിനു മുൻപും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ അവഹേളിച്ച് പോസ്റ്റ് ഇട്ട വ്യക്തികളെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ അവഹേളിക്കുകയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് ഉത്തർപ്രദേശിൽ 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ദിൽഷാദിനെയും അതുപോലെ സെയ്ദിനെയും ഷിയാനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും. പാകിസ്ഥാൻ പതാക പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പ്രൊഫൈൽ ചിത്രമായി ദിൽഷാദ് ഇട്ടിരിക്കുകയാണ് ചെയ്തത്. തുടർന്ന് നാട്ടുകാർ ഇയാൾക്കെതിരെ പരാതി നൽകി. പിന്നാലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും. അതുപോലെ മീററ്റിൽ സലൂൺ നടത്തുന്ന സെയ്ദ് ഒരു പാകിസ്ഥാനിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കമന്റ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ നിയന്ത്രിത പ്രദേശങ്ങളിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്ന് പാകിസ്ഥാന്റെ നിലപാടിനെയും സെയ്ദ് പിന്തുണച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഈ അഭിപ്രായം കണ്ട ആളുകൾ പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്നും ചെയ്തത്. അതുപോലെ സെയ്ദ് ജോലി ചെയ്ത സലൂണിന്റെ ഉടമയായ ഷിയാദിനെയും അറസ്റ്റ് ചെയ്തു. മീററ്റിൽ ഇത്തരത്തിലുള്ള 10 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെ എല്ലാം തന്നെ നടപടിയെടുക്കുമെന്നും അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.